ഒരുപാട് ചാനൽ പ്രോഗ്രാം അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയൊക്കെ നമുക്ക് പരിചയമുള്ള പ്രിയപ്പെട്ട ഓർക്കസ്ട്രേഷൻ ടീമിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഓരോ പാട്ടിനും ഓർക്കസ്ട്രേഷൻ ചെയ്ത ടീം നല്ല കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ആദ്യം ഓളോവർ എല്ലാവരും ഒരു നല്ലൊരു കൈയ്യടി കൊടുത്ത് ഓർക്കസ്ട്രയ്ക്ക് സൂപ്പർ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം ടീമിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ തബല കൈകാര്യം ചെയ്തത് രജനീഷ്, നല്ലൊരു കൈയ്യടി കലാകാരനാണ്. ഡ്രം സിനു, അതോടൊപ്പം തന്നെ റിതം പാഡ് കൈകാര്യം ചെയ്തത് ശരത് ബ്രോ ആണ്. അതോടൊപ്പം തന്നെ കീബോർഡ് കൈകാര്യം ചെയ്തത് വിനോദൻ. വിനോദനൊക്കെ എത്ര വർഷമായി ഈ ഫീൽഡിൽ? എത്ര വർഷമായിട്ടുണ്ട് വിനോദൻ? 35 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ. ഓക്കെ, എത്ര ശിഷ്യഗണങ്ങൾ ഉണ്ടെന്നറിയോ? അതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ല അല്ലേ മുഖത്ത്? ശരി, ഒരു പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശബ്ദവും വെളിച്ചമാണ്. ഇത്രയും നേരം മനോഹരമായിട്ട് ശബ്ദവും വെളിച്ചവും തന്ന് സഹായിച്ച RK സൗണ്ട് കോളിയെടുക്കത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് എല്ലാവരും താങ്ക് യു സോ മച്ച്. തുടക്കം മുതൽ നമ്മുടെ ഈ പരിപാടി ക്യാമറ കണ്ണുകളിലൂടെ ചിത്രീകരിച്ച് ഇനി നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വീകരണ മുറിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ വിരൽത്തുമ്പിലും എത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാമറ മേനോൻ, അങ്ങനെ പിറകിൽ അങ്ങനെ നിൽക്കണം, നല്ലൊരു കലാകാരൻ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉനേസ് ബ്രോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഓഡിറ്റോറിയം, ഗംഭീരമായിട്ട് ഓഡിറ്റോറിയമാണ് SS കലാമന്ദിറിൽ വെച്ചിട്ടാണ് നമ്മുടെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതിലുപരി കാഞ്ഞങ്ങാട് ഓഫീസ് സെക്രട്ടറിയായ അശ്വിനിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഹെഡ് ഓഫീസിൻ്റെ ചാർജ് ഹരിതയ്ക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. എല്ലാത്തിനുമുപരി ഇന്ന് ഇത്രയും സമയം അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ക്യാൻസലായി പോകാൻ സാധ്യതയുള്ള പരിപാടി സ്വന്തം പ്രയത്നം കൊണ്ട് കൃത്യമായിട്ട് ഈ പരിപാടി നടത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രശാന്ത് ഏട്ടനും നന്ദി രേഖപ്പെടുത്തുകയാണ്. നല്ലൊരു കൈയടി ആ ഒരു വ്യക്തിയെ കൊടുക്കണം. കാരണം കലയെ, കലാകാരന്മാരെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു മലബാർ ഗാനാഞ്ജലി എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അതിലൂടെ ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ ചാനലുകളിലും അതുപോലെ തന്നെ വേദികളിലൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും പ്രശാന്ത് ഏട്ടാ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ സിംഗേഴ്സിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. മലബാർ ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മ രവീന്ദ്ര സന്ധ്യ 2026 ഈ ഒരു പരിപാടി ആങ്കറിങ് ചെയ്ത സുമിത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ തന്നെയാണ്, വേറെ നന്ദി പറയാനില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ തന്നെ എനിക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല ഗാനങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ചെയിൻ സോങ്ങോടുകൂടി നിങ്ങളുടെ ഒരു യാത്ര ഈ വേദിയിൽ താൽക്കാലികമായിട്ട് അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും അത് തന്നെയാണ് ഓരോ ഗ്രൂപ്പിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് നിങ്ങളെല്ലാവരുടെയും സ്നേഹം, പ്രോത്സാഹനം എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. നല്ല കഴിവുകളുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ പാട്ടുകളും തമാശകളും അതുപോലെ തന്നെ വീഡിയോ, പ്രത്യേകിച്ചും നിങ്ങൾ അഭിനയിക്കാൻ കൂടി താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അതെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരണം, കാണണം, പ്രോത്സാഹിപ്പിക്കണം. വെറുതെ കണ്ടു പോകാൻ മാത്രമല്ല, ഒന്ന് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് 2 വാക്കുകളൊക്കെ ഇടുമ്പോൾ അതൊരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു പ്രചോദനം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ സിംഗേഴ്സിനും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറയുന്നത് ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.